കാൾ ലിനക്സിൽ അർഡിനോ ഐ ഡി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് അർഡിനോ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്തേക്കും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അർഡിനോയുടെ ഒഫീഷ്യൽ ഡൗൺലോഡ് പേജ് നമുക്ക് കിട്ടും. ആ സെർച്ച് ഓപ്ഷനിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ അർഡിനോയുടെ ഡിഫറെൻറ്റ് OSന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിനക്സിൻ്റെ 64 ബിറ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ വല്ലതും ചെയ്യണമെന്നുള്ള കാര്യം നമുക്കതൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എപ്പോഴാണോ ഈ ഡൗൺലോഡ് ഫിനിഷ് ആവുന്നത് ആ സമയത്തേക്ക് നമ്മുടെ ഡൗൺലോഡ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡൗൺലോഡിങ് പ്രോസസ്സ് തീരാറായി. ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫയൽസ് എടുക്കണം. ഇപ്പം നമ്മുടെ ഡൗൺലോഡിങ് പ്രോസസ്സ് തീർന്നു. ഇനി ഫയൽസ് എടുക്കുക. ഫയൽസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടാവും. ഇതിനെ കോപ്പി ചെയ്ത ശേഷം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. ഇത് എവിടെ വേണമെങ്കിൽ നമുക്കിടാം. ഞാൻ ചുമ്മാ ഡോക്യുമെൻറ്റ്സ് ഇടുന്നുള്ളൂ. അതിനുശേഷം ഇവനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. നമ്മൾ ആർച്ചീവ് മാനേജർ വെച്ചിട്ട് സാധാരണ എക്സ്ട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സെറ്റപ്പ് ഫയലിനെ അല്ലെങ്കിൽ നമ്മൾ ഈ അർഡിനോയുടെ സോഫ്റ്റ്വെയർ ഉള്ള ഫയലിനെ ഒരു സാധാരണ ഫോൾഡറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് കൊടുക്കുമ്പോഴത്തേക്കും അതൊരു ഫോൾഡറായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് വന്ന് നിൽക്കും. അപ്പോൾ ആ എക്സ്ട്രാക്ഷൻ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഒരു ഫോൾഡർ അർഡിനോടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യാനായിട്ട് ടെർമിനലിനെ ഈ ലൊക്കേഷനിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ LS എന്ന് കൊടുക്കുമ്പോൾ കണ്ടോ install.sh എന്ന് പറയുന്ന ഫയൽ കിടപ്പുണ്ട്. ഈ install.sh എന്ന് പറയുന്ന ഫയലിനെ നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ അർഡിനോയുടെ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ sudo install.sh. അതിനെന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പം sudo./install.sh എന്ന് കൊടുക്കുമ്പോഴത്തേക്കാണ് ഇൻസ്റ്റാൾ ആവുക. നമുക്ക് ആ കമാൻഡ് ഒന്ന് കൊടുക്കാം. sudo./install.sh എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ അടിക്കുമ്പോൾ അത് ഇപ്പോൾ വർക്ക് ആവുന്നുണ്ടത്. നമ്മുടെ സോഫ്റ്റ്വെയർ ഇതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നമുക്ക് വരും. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതായിപ്പോൾ ഇൻസ്റ്റലേഷനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ അർഡിനോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അർഡിനോയുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇപ്പോൾ അർഡിനോയുടെ സോഫ്റ്റ്വെയറും ഓപ്പൺ ആയിട്ട് വന്നു. പിന്നെ അത് ഫയൽ എടുത്ത ശേഷം പ്രൊഫൈസസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈൻ നമ്പേഴ്സ്, കോഡ് ഫോൾഡറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ESP8266 പോലത്തെ സ്പെഷ്യൽ ബോർഡ്സിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബോർഡ്സ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. അതൊക്കെ നമ്മൾ ആ സെറ്റിങ്സിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യാം. Thank you.